സോ ഹായ് ഗൈസ്, അപ്പം മിസ്റ്റർ ലീസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയൊരു ബ്രാൻഡ് ന്യൂ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, എൻ്റെ ചാനലിലുള്ള ഒരാൾ പറഞ്ഞ് എന്തുവാ ഞാൻ ആ സൗണ്ട് ഇതാക്കിയിട്ടുണ്ട് ആൾക്കാരൊക്കെ പേടിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനിയും ആ സൗണ്ട് ഇടണോ അതോ വേറെ വല്ല സൗണ്ട് ഇടണോ ഞാൻ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് നേരെ നമ്മളെ ഷോറൂമിലെത്തി. കാരണം ഞങ്ങൾക്ക് കുറേ ദൂരം പോകാനുണ്ട്. അതൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ നമ്മൾ പോവാണ്. ഓക്കെ നമ്മൾ വളച്ചും പൊളിച്ചൊക്കെ പോവാണ്. ഓക്കെ വണ്ടിക്കൊന്നും പറ്റാതെ എങ്ങനെയും അവിടെ എത്തിക്കണം. ഷോറൂം ഇച്ചിരി കൂടുതൽ ദൂരെയാണ്. നമുക്ക് ചിലവർക്ക് അത് കൺഫ്യൂഷൻ ആയിപ്പോവും ഷോറൂമിലോട്ട് പോകുമ്പോൾ. ഓക്കെ നമുക്ക് ഈ വഴി പോവാം. റോഡ് വഴിയൊന്നും പോവാൻ എനിക്ക് വയ്യ. വഴി തെറ്റിച്ച്. ഇനി തിരിച്ചു പോവാം. ഓക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. പേര് സൽമാൻ എന്നാണ്. സൽമാൻ വ്ളോഗ്സ് എന്നാ ചാനലിൻ്റെ പേര്. എല്ലാവരും കയറി സബ് അടിച്ചോ. ഓക്കെ, നമ്മളെന്തായാലും വഴി തെറ്റിയോണ്ട് നമ്മൾ തിരിച്ചു വരുവാണ്. ഓക്കെ നമ്മൾ തിരിച്ചു വരുവാണ്. വീട്ടിൽ കയറാനല്ലേ നമ്മൾ. ഇതെന്തോ കാണിക്കുവാ. നമ്മളെ വണ്ടിക്കകത്ത് കയറിയിരുന്നു. നമ്മളാകെ ഇടിച്ചിട്ട് വണ്ടി ഫുള്ള് ചോരയായി. റോട്ടിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ പെണ്ണുമ്പിള്ളയുടെ അവസ്ഥ നോക്കിയോ. ആരെങ്കിലും വന്ന് ഇരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാണെങ്കിൽ. ഓക്കെ നമ്മളെ വിളിച്ചു കൊണ്ടുപോയതാണ്. നമ്മൾ വിളിച്ച് ഉടനെ തന്നെ നമ്മളെ കൂട്ടുകാരി നമുക്ക് ഹെലികോപ്റ്ററിൽ വന്ന് വണ്ടി തരും. ഞാനും ലംബോർഗിനിയും കൂടി ഈ കമ്പനിയിൽ ഉണ്ടാക്കിയൊരു വണ്ടിയാണ് ഈ സിദ്ധ് ദി അൾട്ടിമേറ്റ് ലംബോർഗിനി റൂസ് എന്നല്ല, വേറെ എന്തോ ടെർസ് എന്നാണ് ഈ പേര്. ടെറസല്ലേ, ടെറസാണ്. പിന്നല്ല, ഇതാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി അവർ മേഡ്. എന്നാലും നമ്മൾ നേരെ പോവാണ്. ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ സൗണ്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ മറ്റേ സൗണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി കഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് ചിലപ്പോൾ എടുത്ത് കളയും. എന്തായാലും ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ആ സൗണ്ട് മാറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഞാൻ ആ സൗണ്ട് ഇടാം. എന്തായാലും ആ സൗണ്ട് ഇടണമല്ലോ. അപ്പോൾ കാരണം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഏതാ വീഡിയോ. ഇപ്പം ഞാൻ അതിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്, ഞാനങ്ങനെ വേറൊരു സൗണ്ട് ഇടാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയണേ. ഓക്കെ നമുക്ക് പോവാം. നമ്മൾ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ സൗണ്ട് ഒന്നും ഇടുന്നില്ല. ഞാൻ ഈ സൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. വേറെ
ആൾക്കാർക്കൊക്കെ ഞാൻ വേറെ സൗണ്ട് ഇടുന്നതായിരിക്കും. അപ്പം നമ്മളെ മറ്റേ വീഡിയോയിൽ ഉള്ള സൗണ്ട് പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നൈസായിട്ട് ഈ സൈഡിൽ കൂടി പോവാം. പുള്ളിക്കൊന്നും പറ്റിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏത് വഴിയാണ്? ഞാനിതിപ്പം കുറേ നേരമായല്ലോ പോവാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വഴിയൊന്നും കിട്ടിയില്ല. അയ്യോ, മരയൊക്കെ ഇടിച്ച് തകർത്തല്ലോ. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ വണ്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് ഗൈസ്. കണ്ടോ? ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ സോളാർ സ്മാഷ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കുറേ ദൂരം കണ്ട് ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ വഴി മാറ്റി പിടിക്കും ഗൈസ്. ഈ ഏരിയയുടെ പകുതിയും ഈ വഴിയിലോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് പോവാം ഗൈസ്. എന്തായാലും പോവാം. നമ്മൾ കുറേ നേരം വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എത്തുന്നില്ല. ഓക്കെ, ഇതാണ് കറക്റ്റ് വഴി എന്നാണ് എൻ്റെ വിശ്വാസം. ആ വളമൊന്നുമല്ല, ഇനിയും ചിലപ്പോൾ ആ വളമാണെങ്കിലും എന്നാലും സാരമില്ല. എനിക്ക് ഈ വഴിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഈ വഴിയെന്ന് പറഞ്ഞുകൂടാന്നുള്ളത് മെയിൻ കാര്യമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി പോവാം. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഷോറൂം. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ സോമൻ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബും ചെയ്ത് ഫുള്ള് സപ്പോർട്ട് അടിച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ അനങ്ങത്തുള്ളൂ. ഓക്കെ, സബി 3, 2, 1 റെഡി ഗെറ്റ് സെറ്റ് ഗോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ വരുന്ന ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ വരുന്ന ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഇവിടെ സോമൻ എവിടെ? നമ്മളെ സിമിയൻ്റെ മോൻ സോമൻ. എന്ത് സോമനോ? അവനാരെ? എനിക്ക് അതൊന്നും പോലും അറിയത്തില്ല. ഓരോന്നൊക്കെ വന്നോളും. ആ പുള്ളിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് വെടി വെച്ച് നോക്കിയല്ലോ പുള്ളിയെ. ഒന്ന് ഇടിച്ചു നോക്കാം. വീണില്ലെങ്കിൽ അത് സോമനാണ്. ഒറ്റയിടിക്കൊന്നും വീഴുന്ന സോമനല്ല. നമ്മളെ സോമൻ സിമിയൻ്റെ മോനാണ്. സിമിയൻ്റെ മോൻ അത്ര പെട്ടെന്നൊന്നും വീഴത്തില്ല. ഇവനെന്തൊരു മൈൻഡില്ലാതെ പോന്നേ. ഓക്കെ, ഗൈസ് ഒറ്റയിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് സോമനല്ല, നമ്മളെ സിമിയൻ്റെ മോൻ എന്ന് വെച്ചാൽ നമ്മളെ GTA 5-ലെ സിമിയനാണ്. ഓക്കെ, അതിനി സോമനാണ്. നമുക്കൊന്ന് വെടി വെച്ച് നോക്കാനെ. ഓക്കെ, ഞാൻ വെടി വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാനിത് പോലീസ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പോലീസ് വന്നല്ലോ. ഇനി എന്ത് ചെയ്യും? നമ്മൾ പോലീസിനെ ഇനി രക്ഷപ്പെടാൻ എല്ലാവരും ലൈക്ക് സബ് അടി ഗൈസ്. അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മൾ പോലീസിനെ ഒന്നും ചെയ്യുന്നില്ല. പോലീസിൻ്റെ സ്റ്റാഫ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, നീ എന്താണ് കാണിച്ചേ? ഇവിടെ നിൽക്കണോ? ഇങ്ങനെ ഞങ്ങൾക്ക് പിടിക്കണം. നീ ഒരാളെ കൊന്നിട്ടുണ്ട് പബ്ലിക്കിൽ വെച്ചിട്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 5 വർഷം ജയിലിടാൻ പോവാ.
അവിടെ ഇല്ലതാ ഇരിക്കാ. അയ്യോ അയ്യോ, എൻ്റെ മേത്തോടി ഇപ്പം വണ്ടി കയറിയാനെ. ഇപ്പം നിങ്ങളെ ജയിലിലിട്ടേനെ. ഓക്കെ സ്റ്റാൻഡ് ഫൈനലി നമ്മുടെ സോങ് വന്നിട്ട്. എന്തോ നീ ഇവിടെ കാണിച്ചത്? എന്തോ ഇവിടെ പോലീസ് വന്നേ? എടാ നീ എന്തോന്നാ ഈ കാണിച്ചത്? അത് പിന്നെ സോമായത് ഒന്നും ഇല്ലെന്നില്ല. നമ്മുടെ സോമൻ വന്നിട്ടുണ്ട്. ഈ സോമൻ എടോ നിന്റെ വണ്ടി, ഈ പുതിയ വണ്ടി ഇവിടെ കയറ്റാൻ പാടാണോ? കാരണം നീ ആ സൈഡിലുള്ള റാമ്പ് ടെസ്റ്റ് ചെയ്താൽ നിനക്ക് എന്താ പറയുക മറ്റേ അത് കിട്ടത്തുള്ളൂ. നമ്മളെ തൊട്ട് സൈഡിലായിട്ട് റാമ്പ് ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പകുതി നീ കയറിയാൽ മതി. പകുതി ഒരു വഴിയിൽ വെച്ച് നീ സ്റ്റക്കാവും. കാരണം അത് ഓഫ് റോഡ് വണ്ടികൾക്കുള്ള ഒരു റാമ്പാണ്. അതുകൊണ്ട് അത് ഒരിക്കലും നിൻ്റെ വണ്ടി കൊണ്ട് കയറാൻ പറ്റത്തില്ല. എന്തായാലും പറ്റത്തില്ല, ഇമ്പോസിബിളാണത്. ഓക്കെ നമ്മളെ സോമൻ പറഞ്ഞ ഇത് വെച്ച് നമ്മളെ വണ്ടി പകുതി കയറ്റിയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരാനാണ് പറഞ്ഞേ. എന്തായാലും നമ്മളെ കയ്യിൽ 3 വണ്ടി ഹെലികോപ്റ്ററിൽ സ്റ്റോക്ക് ഉണ്ട്. എന്നാലും നമുക്ക് പറ്റുന്ന അത്രയും കയറാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളോട് സോമൻ പറഞ്ഞ അത്രയും നമുക്ക് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ തൊട്ടപ്പുറത്ത് കുറേ റാമ്പ് ഉണ്ടെന്ന് പറയുന്നത്. ഏത് റാമ്പാന്ന് ആർക്കറിയാം? തൊട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അപ്പുറത്താന്നല്ലേ പറഞ്ഞേ. ഈ റാമ്പൊന്നും അല്ലെന്ന് തോന്നുന്നു. ഈ റാമ്പൊക്കെ എൻ്റെ വലത്തെ വണ്ടിയൊക്കെ ഉള്ളതല്ല. അവൻ പറഞ്ഞ വണ്ടിയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്താൽ മതി, വണ്ടിയുടെ സ്പീഡും ടെസ്റ്റ് ചെയ്യണ്ട, സ്പീഡൊക്കെ ഞാൻ ഓടിച്ച് നോക്കിക്കോളാമെന്ന് പറഞ്ഞ്. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നാണ് ഈസ് പറയുന്നത്. ഓക്കെ പിന്നെ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് വെച്ചോ ഗൈസ്. ഓക്കെ കയറിയപ്പോൾ തന്നെ വല്ലാത്ത ചതിയാണല്ലോ ഗൈസ്. അയ്യോ ഞാൻ വീണ്, എൻ്റെ നടു പൊളിഞ്ഞ്, എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യ. മണ്ടയ്ക്ക് നമ്മളെ വണ്ടി കുടുങ്ങിയാതൊന്നും സാരമില്ല. നമ്മൾക്ക് എങ്ങനെയായാലും ഇതിൻ്റെ പകുതിയെങ്കിലും കയറ്റിയാൽ മതി. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ പുതിയ വണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ കളർ പച്ചയാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. നമ്മളെ ന്യൂ മിഷനാണ് യെസ്. നമുക്ക് ഡ്രസ്സ് മാറാനും പറ്റും ഗാലറി വഴി. ഓക്കെ എന്തായാലും നമ്മൾ ഓക്കെ നമ്മളങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പോകണം. ഓക്കെ 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 കറുത്ത നോക്കാം. വണ്ടി ഇടിക്കാതെ പോകണം ഗേസ്. ഇടിച്ച് കഴിഞ്ഞാൽ നമ്മളും താഴെ പോകും, ആ വണ്ടിയും താഴെ പോകും. ഓക്കെ അങ്ങനെ നമ്മൾ ഇന്ന് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ സ്പീഡ് വിട്ടോ. ഓക്കെ 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 നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ ഓ ഗൈസ് കുടുങ്ങി. ഇതാണ് അവൻ പറഞ്ഞത് ഓഫ് റോഡ് വണ്ടിയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ താറ് വെച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ താറ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും ലൈക്ക് സബ് അടിച്ചേരും. ഓക്കെ ഫുള്ള് പവറാക്കി നമുക്കപ്പോൾ ഈ വണ്ടി അങ്ങ് ബോംബിട്ട് പൊട്ടിച്ചാലോ.
ഓക്കെ, അത് വണ്ടിയിലോട്ട് പോയിട്ടുണ്ട്. എന്താ എനിക്കതൊന്ന് എൻ്റെ അമ്മച്ചി ഞാൻ നടുവടിച്ച് വീണ്. ഓക്കെ, നമുക്കെന്തായാലും ഓക്കെ, നമ്മളെ ആ വണ്ടി അങ്ങനെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. ആ വണ്ടി ഇനി അവിടെ കുടുങ്ങിക്കിടന്ന് നമുക്ക് വഴി കിട്ടും. കുടുങ്ങിക്കിടക്കത്തില്ലേ ആ വണ്ടി വാശായി പോകുമ്പോൾ നമുക്ക് ആ വഴി പോവാം. നമ്മൾ പിന്നെ കളർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫുള്ള് പോകാറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് കയറി പോവാൻ വേണ്ടി പോവാണ്. ആദ്യം തൊട്ട് കയറി പോവാൻ വേണ്ടി പോവാം. ഓക്കെ, വളച്ചൊടിച്ചെടുക്കാം ഗീസ്, വളച്ചൊടിച്ച്. ഓക്കെ ഓക്കെ, കയറുന്നുണ്ട്. ഓക്കെ മോനുസസ്, എൻ്റെ പൊന്നെ ഒത്തിരി നമുക്ക് ആദ്യം ചെന്ന് ഇടിച്ച് താഴെ ഇട്ടാലും വേണ്ട. ലാസ്റ്റത്തെ വണ്ടിയാ, ലാസ്റ്റത്തെ വണ്ടി കുടുങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മളെ വണ്ടി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോൾഡ് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റാലോ. ഇതല്ല ഈസ്, നമ്മളിത് കുറേ കോപ്പി ഇറക്കുന്നുണ്ട്. കോപ്പിയല്ല ഈസ്, ഒന്ന് തന്നെ. ഇത് തന്നെ കോപ്പിയൊന്നുമല്ല. കോപ്പി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ലേ ഈസ്. നമ്മളിപ്പോൾ നിസാനിനെ നൈസാൻ എന്ന് പറഞ്ഞ് കോപ്പി അടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സംഭവത്തിനെ കറക്റ്റായിട്ട് ഈ വണ്ടി തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങനെ വിറ്റാലോ എന്നാണ് എൻ്റെ ഒരു ഇത് കേസ്. ഓക്കെ, നമ്മളെ വണ്ടി താഴെ പോയിട്ടുണ്ട്. നമ്മൾ പകുതി കയറിയിട്ടുണ്ട് കേസ്. പകുതി കയറി നമ്മളെ പുറകുവശമൊക്കെ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ വണ്ടിയുടെ പുറകിൽ എലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മളോട് അവൻ പറഞ്ഞ പകുതി കയറി മതി. എന്നാൽ നമുക്ക് അവനത് വിളിച്ചു നോക്കാം. ഓക്കെ ഗീസ്, അവൻ എന്നോട് പറഞ്ഞത് എടാ നീ അത്രയും കയറിയത് മതി, നീ അങ്ങോട്ട് തിരിച്ചു പോവാ, നിൻ്റെ വണ്ടി ഞാൻ എടുത്തോളാണ്. പക്ഷെ അവൻ പറഞ്ഞത് അവൻ ഇനി അവിടെ ഇല്ല, അവന് പ്രത്യേകമായിട്ട് വേറെ ഒരു വണ്ടി എടുക്കാൻ പോയേക്കും. അതുകൊണ്ട് നീ ആ വണ്ടി അകത്തോട്ട് കയറ്റിയിട്ടേ. ഗോൾഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് എക്സ്ട്രാ പൈസ തരാം. നമുക്ക് പൈസ എന്നൊരു വിഷയമുള്ള കാര്യമല്ലേ. ഓക്കെ, നമ്മൾ നേരെ പോവാണ്. ഇതുവരെയാണോ ഗൈസ് ഞാൻ വിചാരിച്ച അവൻ്റെ ഷോറൂമാണ് കൺസ്ട്രക്ഷൻ സൈറ്റ്. ഓക്കെ, നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ ക്രെയിൻ വെച്ചേക്കുന്ന ടവർ പോലെ ഗൈസ് കാണുന്നത്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സോമനില്ല ഗൈസ്. ഇതുവഴി കയറ്റാൻ പറ്റത്തില്ല ഗൈസ്, നമ്മൾ അപ്പുറം വഴി കയറ്റാനാണ് എനിക്ക് തോന്നുന്നത്. ആ സൈഡ് വഴി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളച്ചു കൊണ്ടുപോവാ. ഓക്കെ, ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ്. അവൻ പറഞ്ഞത് ഇവിടുത്തെ ഷോറൂമിലുള്ള വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് അവൻ ലോറി കയറ്റിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇതിനകത്ത് ഒരു വണ്ടി പോലും കാണുന്നില്ല. അവൻ പറഞ്ഞ താഴെ ഇട്ടാൽ മതിയെന്നാ. മണ്ടയ്ക്ക് ക്ലാസിക് വണ്ടിയൊക്കെ ഇടുന്നത്, മീൻസ് ഫോർച്യൂണറും അതേപോലെയുള്ള വണ്ടിയൊക്കെ ഇടുന്നതെന്ന്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോമൻ്റെ വീഡിയോ, എല്ലാവർക്കും സോമനല്ല, നമ്മൾ ഈ വണ്ടിയുടെ പുതിയ വണ്ടി ഇറക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്